ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ്ടുവട്ടത്തെ 7 തിരിച്ചിരിക്കുന്നു എന്ന് നാം കാണുകയുണ്ടായി. യഹൂദന്മാർക്ക് 7 എന്നത് പൂർണ്ണതയുടെ അടയാളമായി അവർ കണ്ടിരുന്നു. നമ്മുടെ ആരാധനാക്രമത്തെയും 7 കാലഘട്ടങ്ങളായി തിരിച്ചാണ് ഒരാണ്ടുവട്ടത്തിൽ മിശിഹ രഹസ്യങ്ങളെ നാം ധ്യാനിക്കുന്നത്. അത് നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിൻ്റെ കാലഘട്ടം സൂബോറോ കാലം, തുടർന്ന് എൽദാദനഹ കാലം, നമ്മുടെ കർത്താവിൻ്റെ ജനനവും മാമോദിസായും, തുടർന്ന് അവിടുത്തെ രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിക്കുന്നതായ വലിയ നോമ്പ് കാലം, അവിടുത്തെ ഉയർപ്പിൻ്റെ കാലഘട്ടം കെംദാ കാലം, പരിശുദ്ധാത്മാവിനെ സ്ലീഹന്മാരിൽ പരിശുദ്ധമ്മയോട് ചേർന്ന് ആവസിപ്പിച്ചതിനെ ഓർക്കുന്നതായ പെന്തക്കോസ്തി കാലഘട്ടം, തേജസ്കരണകാലം, അവസാനമായി സ്ലീവാകാലം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം ഒരുങ്ങുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്ന കാലം. ഇങ്ങനെ 7 കാലങ്ങളിലൂടെയാണ് ഒരാണ്ടുവട്ടത്തിൽ നമ്മുടെ ആരാധനാ ജീവിതം മുന്നോട്ട് പോവുക. അതിലാദ്യത്തെ കാലം സൂബോറോ കാലം, കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളുടെ ആരംഭം അത് ഈ അറിയിപ്പിൻ്റെ കാലത്ത് തുടങ്ങുകയാണ്. ആണ്ടുവട്ടത്തിലെ പ്രധാന പെരുന്നാളുകളിൽ ആദ്യത്തേത് എന്ന് വേണമെങ്കിൽ പറയാം, അത് മംഗളവാർത്തയാണ്. മാർച്ച് 25 പരിശുദ്ധ ദൈവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാൾ നാം ആഘോഷിക്കുന്നു. ഈ അറിയിപ്പിൻ്റെ കാലഘട്ടങ്ങളിലും അതിൽ വരുന്നതായ 4-ാമത്തെ ഞായറാഴ്ച, അവിടെ ആരാധനാക്രമ മത്സരം തുടങ്ങി 4-ാമത്തെ ഞായറാഴ്ച പരിശുദ്ധ ദൈവമാതാവിനോടുള്ളതായ വചനിപ്പാണ് വീണ്ടും നാം ധ്യാനിക്കുക. ഇത്രത്തോളം പ്രാധാന്യത്തോടെ പെരുന്നാളിനെ കാണാനുള്ള കാരണം രക്ഷാകര രഹസ്യങ്ങളുടെ പ്രാരംഭം അവിടെ തുടങ്ങുകയാണ്. ഈ കാലഘട്ടത്തിൽ കൂദോസ് ഈത്തോ ഞായർ സഭയുടെ വിശുദ്ധീകരണം, ഹൂദോസ് ഈത്തോ സഭയുടെ നവീകരണം, തുടർന്ന് സക്കറിയ പുരോഹിതനോടുള്ളതായ അറിയിപ്പ്, പരിശുദ്ധ ദൈവമാതാവിനോടുള്ളതായ വചനിപ്പ്, പരിശുദ്ധ അമ്മ എലിശുവ പുണ്യവതിയെ സന്ദർശിക്കുന്നത്, സ്നാപക യോഹന്നാൻ്റെ ജനനം, യൗസേപ്പ് പിതാവിനുള്ളതായ ദർശനം. ഇങ്ങനെ 7 കാര്യങ്ങളാണ് 7 ആഴ്ചകളിലൂടെ ഈ സൂബോറോ കാലത്തിൽ നാം അനുസ്മരിക്കുന്നത്. ഈ 7 ആഴ്ചകളിലൂടെ അതിലാദ്യത്തെ 2 ഞായറാഴ്ചകൾ സഭയുടെ വിശുദ്ധീകരണ നവീകരണവുമായി നമ്മെ തന്നെ പുതിയ വർഷത്തിലേക്കും ഈ മിശിഹാ രഹസ്യങ്ങളിലേക്കും നമ്മെ ഒരുക്കി വീണ്ടും നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ സ്വീകരിക്കുന്നതിന്, അവിടുത്തേക്ക് ഒരുക്കപ്പെട്ട ഇടമായി നമ്മെ തന്നെ പരുവപ്പെടുത്തുന്നതിന് ഈ അറിയിപ്പുകളിലൂടെ സഭ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയും മുന്നോട്ട് നയിക്കുകയുമാണ്. ഈ അറിയിപ്പിൻ്റെ കാലഘട്ടം യേശു ക്രിസ്തു എന്ന ലോകരക്ഷകനെ സ്വീകരിക്കുന്നതിനുള്ളതായ ഒരുക്കത്തിൻ്റെ നാളാണ്. ആ ഒരു അറിയിപ്പും ഓർമ്മയുമാണ് സഭ നമുക്ക് നൽകുന്നത്.